പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി പോട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. നമുക്ക് ഇൻഡോർ പോട്ടായിട്ടും ഔട്ട്ഡോർ പോട്ടായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിമൻറ്റ് പോട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് കട്ടിയുള്ള ഒരു പേപ്പർ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് 38 സെൻറ്റിമീറ്ററും അതിൻ്റെ പൊക്കം 14 സെൻറ്റിമീറ്ററും, പിന്നെ അതിൽ നിന്ന് 1.5 സെൻറ്റിമീറ്റർ കൂട്ടിയും കൂടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ചേർക്കാനുള്ളതാണ്. ഇനി അതിൽ നമുക്ക് പശ ചേർത്ത് നമുക്ക് ആ 2 പേപ്പറിൻ്റെ എൻഡുകൾ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അത് ഒട്ടിച്ച് ചേർത്തിട്ടുണ്ട്. അടുത്തത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ട് ഷേപ്പിൽ അത് ഒട്ടിച്ചതിൻ്റെ അതിൻ്റെ ഉള്ളിൽ അളവെടുക്കാം. അപ്പോൾ അത് 12 സെൻറ്റിമീറ്ററാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ നേരെ പകുതി ഒരു 6 സെൻറ്റിമീറ്ററിന് നമ്മൾ കോമ്പസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊണ്ട് കറക്റ്റ് ഒരു 6 സെൻറ്റിമീറ്റർ എടുക്കുക. എടുത്തിട്ട് മറ്റൊരു കാർഡ്ബോർഡിൻ്റെ പീസിൽ നമുക്കതിനെ റൗണ്ട് ചെയ്ത് വരച്ചിട്ട് അതിനെ വെട്ടിയെടുക്കാം. അപ്പോൾ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് ടാപ്പ് ഉപയോഗിച്ച് നല്ലവണ്ണം അടച്ചെടുക്കാം. ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നല്ലവണ്ണം ടാപ്പ് ഉപയോഗിച്ച് തന്നെ നല്ലവണ്ണം അടച്ചെടുക്കുക. അപ്പോൾ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സൈഡ് നല്ലവണ്ണം അടച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് വയ്ക്കാനുള്ള രണ്ടാമത്തെ പേപ്പർ നമുക്ക് പോട്ടിന് എത്ര കനം വേണോ ആ ഒരു കനത്തിന് റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുത്ത് അതിനെ സെൻറ്റർ ഭാഗത്ത് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ അകത്ത് വെച്ചിരിക്കുന്ന പേപ്പറിനകത്ത് നല്ലവണ്ണം ഉണക്ക മണലോ അല്ലെങ്കിൽ പാറപ്പൊടി നിറച്ച് കൊടുക്കുക. ഇനി വല്ല ടിന്നോ മറ്റെന്തെങ്കിലും പ്ലാസ്റ്റിക് കുപ്പിയോ ഉണ്ടെങ്കിൽ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്തുകൊണ്ട് ചുറ്റാൻ നേരത്ത് നമ്മൾ ഇതിനകത്ത് വൈറ്റ് സിമൻറ്റ് ഒഴിച്ചിരുന്നാലും അത് തള്ളി വരത്തില്ല. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് നമുക്ക് ആ ഗ്യാപ്പിൽ നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് വെച്ചേക്കുന്ന റൗണ്ട് ഷേപ്പിലുള്ള പേപ്പർ ഇത്രയും ചെറുതായിട്ട് ചുറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് പോട്ടിന് ഒരു 1/2 ഇഞ്ച് കനം കിട്ടത്തക്ക രീതിയിൽ ചുറ്റിയെടുത്ത് വെച്ചാൽ മതി. ഇത് ഇത്തിരി കനം കൂടിപ്പോയി പോട്ടിന്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന പേപ്പറെല്ലാം ഇളക്കി കളയാം. അപ്പോൾ ആ പേപ്പറെല്ലാം ഇളക്കി കളഞ്ഞിട്ട് നമുക്ക് പോട്ടിൻ്റെ പുറത്ത് ചെറിയ കുഴിവും അതായത് ചെറിയ ഹോൾസൊക്കെ ഉണ്ടെങ്കിൽ വൈറ്റ് സിമൻറ്റ് വെച്ച് തന്നെ നല്ലവണ്ണം അടച്ചു കൊടുക്കുക. അടച്ചിട്ട് കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം തടവി ഒന്ന് വൃത്തിയാക്കിയാൽ മതി. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടിൻ്റെ മോൾ സൈഡിലൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ ബോർഡറിന് വേണ്ടി എത്ര വീതിയാണോ നിങ്ങൾക്ക് ആവശ്യം, ഞാൻ ഇതിൽ കൊടുത്തേക്കുന്ന ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഒരു 1.5 സെൻറ്റിമീറ്ററിന് കറക്റ്റ് ലെവലുള്ളൊരു പേപ്പറോ അല്ലെങ്കിൽ ഷീറ്റോ കട്ട് ചെയ്തെടുക്കുക. പ്ലാസ്റ്റിക് ഷീറ്റോ കട്ട് ചെയ്ത് അതിനെ ചുറ്റി വെച്ചിട്ട് അതിൻ്റെ അടി സൈഡിൽ മാർക്ക് ചെയ്യുക. അതിൻ്റെ അകത്ത് സൈഡിലെ മണലായതുകൊണ്ട് പെട്ടെന്ന് ഇളകിപ്പോകാൻ സാധ്യതയുണ്ട്. അതിനെ പതുക്കെ അങ്ങ് ഇളക്കി കളയുക. അതിൻ്റെ അടി സൈഡിലും കൂടെ നമുക്ക് ഒരു 1.5 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഒരു 2 സെൻറ്റിമീറ്ററിന് ഒരു റൗണ്ട് മാർക്ക് കൊടുക്കുക. ഇതിൻ്റെ അടി സൈഡ് നമ്മളെ മാർക്കിനനുസരിച്ച് ചരിച്ച് പോട്ടിൻ്റെ അടി സൈഡ് നല്ലവണ്ണം റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞെടുക്കാം. അടി സൈഡ് നല്ലവണ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ കൊടുത്തേക്കുന്നത് 38 സെൻറ്റിമീറ്ററാണ് പോട്ടിൻ്റെ മൊത്തത്തിൽ ഉള്ള ചുറ്റളവെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ സെൻറ്റിമീറ്ററിന് ചെറിയൊരു പേപ്പറും കൂടെ കട്ട് ചെയ്ത് ഒരു സെൻറ്റിമീറ്റർ വീതിക്ക് ഒരു ചെറിയൊരു പേപ്പറും കൂടെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് പോട്ടിൻ്റെ ചുറ്റാതെ ഓരോ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യാം. ഓരോ സെൻറ്റിമീറ്റർ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 38 മാർക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ടൂൾസോ അല്ലെങ്കിൽ ടിൻ ഷീറ്റ് ക്രാഫ്റ്റ് ടൂൾസ് ഇല്ലെങ്കിൽ ടിൻ ഷീറ്റ് വെട്ടിയെടുത്ത് കറക്റ്റ് വളച്ച് വെച്ചിട്ട് നമുക്കതിനെ നമ്മൾ വരച്ചിരിക്കുന്ന ആ ഗ്യാപ്പ് നോക്കി നല്ലവണ്ണം കുഴിച്ച് കട്ട് ചെയ്ത് മാറ്റി കളയാം. അപ്പോൾ കറക്റ്റ് 4 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. വലുതായിട്ട് സെറ്റിങ് ആവത്തുമില്ല, പൊട്ടിപ്പോകില്ല പോട്ട്. നമുക്ക് എങ്ങനെ വേണം വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ 4 മണിക്കൂറിൽ കൂടിക്കഴിഞ്ഞാൽ വൈറ്റ് സിമൻ്റ് ആയതുകൊണ്ട് നല്ല പെട്ടെന്ന് സെറ്റിംഗ് ആയി പോകും. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തേക്കണ ആ അളവിൻ്റെ കറക്റ്റ് സെൻറ്റർ ഭാഗം നോക്കി നല്ലവണ്ണം കുഴിച്ച് വരച്ചെടുക്കുക. അപ്പോൾ ഏകദേശം എല്ലാ സൈഡും ഇതേ കണക്ക് തന്നെ വരച്ചെടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ചിരിക്കുന്ന പേപ്പറെല്ലാം ഇളക്കി മാറ്റി കളയാം. അപ്പോൾ നമ്മൾ എല്ലാ പണിയും തീർന്നിട്ട് പോട്ടിനകത്ത് ശകലം കനം കൂടിപ്പോയി, റൗണ്ട് ഷേപ്പ് ശകലം കുറഞ്ഞു പോയി. അപ്പോൾ നിങ്ങൾ അകത്ത് വയ്ക്കുന്ന പേപ്പർ ചുറ്റിയെടുക്കുമ്പം ഇത്രയും കനം കൊടുക്കാതെ ഇച്ചിരി കൂടെ വലിപ്പത്തിൽ ചുറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് വൈറ്റ് സിമൻറ്റ് നല്ലവണ്ണം കലക്കി നമുക്ക് ആ ഹോളിൻ്റെ അകത്തെ സൈഡിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു 1-2 ദിവസം നല്ലവണ്ണം ഉണങ്ങാൻ വെച്ചേക്കുക. ഉണങ്ങിയതിന് ശേഷം 80ൻ്റെ പേപ്പർ ഉപയോഗിച്ച് 80ൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ലവണ്ണം നമ്മൾ ആ കുഴിച്ച് വരച്ചേക്കുന്നതിൻ്റെ സൈഡ് നല്ലവണ്ണം പേപ്പർ ഇട്ടെടുക്കാം. ഇപ്പോൾ 80ൻ്റെ പേപ്പറെല്ലാം പിടിച്ച് തീർന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് പോട്ട് ഇൻഡോർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ
കറക്റ്റ് അതിൻ്റെ അടി സൈഡിൽ സെൻറ്റർ ഭാഗത്ത് മുറിച്ചുള്ള കത്തിയെല്ലാം ഉപയോഗിച്ചൊരു ഹോള് ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പേപ്പറെല്ലാം ഇട്ട് തീർന്നിട്ട് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ആ വരകളിലുള്ള ആ ഗ്രൂ തീരുന്ന ഭാഗത്ത് നല്ലവണ്ണം കറക്റ്റ് ലെവലിൽ തന്നെ കത്തി ഉപയോഗിച്ചോ കരണ്ടി ഉപയോഗിച്ചോ ചെറുതായിട്ട് ചുരണ്ടി അവിടെ ലെവൽ ചെയ്തെടുക്കുക. അപ്പോൾ പോട്ടിൻ്റെ പണിയെല്ലാം തീർന്നിട്ടുണ്ട്. ഇനി അടുത്ത് ചെയ്യാനുള്ളത് കളറാണ്. അപ്പോൾ കളർ കൊടുക്കുക എടുത്തേക്കുന്നത് ആക്രിലിക്കിൻ്റെ കളർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങൾ തന്നെ തിരഞ്ഞെടുക്കുക. അപ്പോൾ കളറെല്ലാം കൊടുത്ത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം ഒരു കോട്ട് ക്ലിയർ വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കാൻ നേരത്ത് നമ്മുടെ പോട്ട് കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.